എവിടെ പോണ? ഒരു യാത്ര പുറപ്പെട്ടു. Tired of city? Come, let's go to a beautiful place. സ്പോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രം കൊല്ലം ബോർഡറായിട്ട് വരും. ആൻഡ് ഇറ്റ്സ് കുളത്തുപുഴ. ആൻഡ് നമ്മുടെ മസനഗുഡി പോകുന്ന ഒരു റൂട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആനയൊക്കെ ഇറങ്ങുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫെൻസസ് ഒക്കെ കാണാൻ പറ്റും. നമ്മളിന്ന് പോകുന്നത് ഒരു ഫിഷ് ഫാമിലോട്ടാണ്. സോ ലെറ്റ്സ് ഗോ ടുഗദർ ഗൈസ്. ഇനി പോകുന്ന റൂട്ടിനെ പറ്റി പറയുവാണെങ്കിൽ 2 സൈഡും നല്ല ഫുൾ മരങ്ങളാണ്. തേക്കാണ് നമുക്കിവിടെ കൂടുതലും. ഇവിടെ നിന്നൊരു 18 മിനിറ്റ് പോയി കഴിഞ്ഞാലാണ് തെന്മല വരുന്നത്. വാ പറഞ്ഞുതരാം. ആക്ച്വലി ഒരു 1 ഡേ ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റ് സ്പോട്ടാണിത്. നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും ഈ റൂട്ട്. അതിനുശേഷം നിങ്ങൾക്ക് തെന്മലയും നിയർ ബൈ തന്നെയാണ്. യെസ്, നമ്മൾ കാട് കടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുവാണ്. അച്ചായൻസ് കിച്ചൺ, JMS ഫിഷ് ഫാം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് കുറേ പീക്കോക്സിനെയൊക്കെ കാണാൻ പറ്റും. അവിടെ ഇവിടെ ആയിട്ട് ഓടി നടക്കണ കാണാൻ പറ്റും. പിന്നെ അവിടെ സൈഡായിട്ട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഓരോ ഹട്ട് പോലെയാണ് നമ്മുടെ സീറ്റിങ്സ് വരുന്നത് കേട്ടോ. അവിടെയാണ് അവരുടെ കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ഞാൻ ഇനി അവരുടെ ഫാം, അതായത് നമ്മുടെ ഫിഷൊക്കെ കിടക്കുന്ന പോണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നടന്നു പോകുമ്പോൾ തന്നെ നമ്മളിരിക്കുന്ന സ്പോട്ടുകളാണ് ഈ കാണുന്ന ഹട്ടുകൾ. അപ്പോൾ നമുക്ക് ഇത് മൊത്തവും ഈ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തരുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. കപ്പയാണെങ്കിലും മീനാണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷായിട്ട് പിടിച്ച് തരുന്നതാണ്. ആൻഡ് എല്ലാം നല്ല നാടൻ ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പ്രകൃതി രമണീയമായ ഒരു സ്പോട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദ പെർഫെക്റ്റ് പ്ലേസ്. ആൻഡ് ഇതാണ് നമ്മുടെ കുളം, നമ്മൾ മീനുകളെ വളർത്തുന്ന കുളം, ഫിഷ് ഫാം. ആൻഡ് ഇവിടെ നിന്നാണ് നമുക്ക് ഫ്രഷ് മീനിനെ പിടിക്കാൻ പറ്റുന്നുണ്ടാവുക. ദേ കണ്ടോ, നമ്മൾ ഓർഡർ ചെയ്ത മീൻ പിടിക്കാൻ പോവുകയാണ് ആ ചേട്ടൻ. നമ്മൾ 3 മീനാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ മീനുകളെയാണ് ചേട്ടനിപ്പോൾ പിടിക്കാൻ പോയത്. ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഐ എം ഷുവർ. അപ്പോൾ നമ്മൾ പറയുന്ന മീനിനെ തന്നെ പിടിച്ചു തരും. പോരാത്തതിന് നമുക്ക് ഈ മീനിനെ കൈകൊണ്ട് പിടിക്കേണ്ട അവസരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ മീന് പിടിച്ചിട്ട് വരുവാണ് ആ ചേട്ടൻ. എന്നിട്ട് ലൈവായിട്ട് എടുത്ത് കയ്യിൽ തരും. എനിക്ക് അതൊരു പേടിയുണ്ടായിരുന്നു. ഫ്രഷ് മീനിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നത് കേട്ടോ. കണ്ടോ, ഫ്രഷായിട്ട് നമുക്ക് മീനിനെ കയ്യിൽ പിടിച്ച് തരും. ഭയങ്കര ഒരു കിഡിലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫിൻസൊക്കെ കണ്ടോ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മീനിനെയാണ് ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രഷായിട്ട് പൊരിച്ച് കൊണ്ടുവരും ഗൈസ്. നമുക്ക് എല്ലാവർക്കും എടുക്കാനുള്ള അവസരം തരും കേട്ടോ അവർ. ഇങ്ങനെ ഏത് കസ്റ്റമേഴ്സ് വന്നാലും അവർ പറയുന്ന മീനിനെ തന്നെ ഇവർ പിടിച്ച് ഫ്രഷായിട്ട് പാനിലിട്ട് പൊരിച്ച് തരും. മഴക്കാറ് നന്നായിട്ടുണ്ടായിട്ട് മയിൽ പീലി വിടർത്തി ഡാൻസൊന്നും കളിച്ചില്ല ഗൈസ്. ഞാൻ എല്ലാ മയിലിൻ്റെ പിറകെ ഓടി നോക്കി. ബട്ട് സ്റ്റിൽ ഒരു മയിലും ഡാൻസ് കളിക്കാത്തത് കൊണ്ട് ഞാൻ പീസ്ഫുള്ളായിട്ട് വേറൊരു സ്ഥലത്ത് വന്നിരുന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാണ്. ആ സമയത്ത് നമുക്കിവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഊഞ്ഞാലാടാം, ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് കുറേ സമയം കുറേ ക്വാളിറ്റി ടൈം കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ മീനും റെഡിയാവും.
അങ്ങനെ നമ്മൾ ഊഞ്ഞാലാടി. പിന്നെ അടുത്ത കസ്റ്റമർ വന്നപ്പോൾ ആ ചേട്ടൻ മീൻ പിടിക്കാൻ പോകുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മീൻ വീണ്ടും പിടിക്കുന്നത് നമുക്ക് പോയി നോക്കി നിൽക്കാം. പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാമെന്നുള്ള കുറേ ഫ്രെയിംസ് ഉണ്ട് നമുക്കവിടെ. അപ്പോൾ അടുത്ത കസ്റ്റമർ വന്നപ്പോൾ അതിൻ്റെ മീൻ പിടിക്കാനാണ് ഈ ചേട്ടൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വാച്ച് ചെയ്ത് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പം അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സാധനം വന്നു ഗൈസ്. ആൻഡ് ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരുപാട് ലൈക്ക് ചോളം, അങ്ങനത്തെ കുറേ കടല, അങ്ങനത്തെ ഒരുപാട് വെജിറ്റബിൾ ഹെൽത്തി സാധനങ്ങൾ മിക്സ് ചെയ്തൊരു പുട്ടാണ്. നോർമൽ ഒരു പുട്ടല്ല. ഇതാണ് നമ്മൾ നേരത്തെ പിടിച്ച് കയ്യിൽ വെച്ചിരുന്ന ലൈവ് മീൻ നമുക്ക് ഫ്രൈ ആയതേ പാത്രത്തിൽ ഇരിക്കുന്നു. അവരുടെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചൊരു പിടി അങ്ങ് പിടിപ്പിക്കും. വണ്ടർഫുൾ ടേസ്റ്റാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അവരുടെ ഒരു മിക്സും അതിലുണ്ട്. ആൻഡ് ഇവരുടെ മാങ്ങ സൂപ്പറായിരുന്നു. കപ്പയാണെങ്കിലും മീൻ കറി ആണെങ്കിലും പുഴ മീനാണെന്ന് പറയത്തില്ല, അത്ര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു സീ ഫുഡ് ഫിഷസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് കൈ പിടിച്ച് മീനിപ്പോൾ ഫ്രൈ ആയി പാത്രത്തിൽ കിടന്ന് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായി. പക്ഷേ കഴിച്ചപ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ് ഗൈസ്. നിങ്ങളെന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. മീൻ കറിയും ഉണ്ടായിരുന്നു, ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ കൂട്ട് ഓഫ് ചമ്മന്തി ഉണ്ട്, അതും കപ്പയും. അയ്യോ, ഐ കനോട്ട് എക്സ്പ്ലെയിൻ. യു ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ദിസ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും ഫോർ ഷുവർ. അപ്പോൾ ചേട്ടൻ്റെ പറമ്പാണ്, ആ ചേട്ടൻ്റെ ഓണറിൻ്റെ പറമ്പാണിത്. ഇവിടെ നിന്ന് തന്നെയാണ് ഇവർ കപ്പയും നമ്മൾ പ്ലേറ്റിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഇലയും എല്ലാം പറിക്കുന്നത് കേട്ടോ. സോ വി വാസ് ജസ്റ്റ് എൻജോയിങ് ദിസ്. സോ സ്പോട്ട് മറക്കേണ്ട, ഇത് അച്ചായൻസ് കിച്ചണാണ്, JMS ഫിഷ് ഫാം എന്ന് പറയും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്, ബൈ ബൈ.